വ്ളോഗർമാര് നന്മമരങ്ങളാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ജനങ്ങൾക്ക് നന്മയുള്ള കാര്യങ്ങൾ പറയാം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളോ ജനങ്ങളെ കുഴിയിലാക്കുന്ന കാര്യങ്ങളോ ഇൻഫ്ലുവൻസസ് പറയാൻ പാടില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന അറസ്റ്റും പിന്നെ ചാനൽ റിമൂവിങ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആപ്പിനെ മീൻസ് പ്രത്യേകിച്ചും ഈ ഫിനാൻഷ്യൽ പരിപാടികൾ സാമ്പത്തിക ഇടപാട് നടത്തുന്ന ആപ്പുകളെ റമ്മി ആപ്പുകളെ പോലുള്ള ആപ്പുകളൊക്കെ നിരോധിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്തവരെ ഇൻസ്റ്റാഗ്രാം തന്നെ നല്ല പണി കൊടുത്തു. പക്ഷേ എന്ന് വെച്ച് എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെയാണെന്നങ്ങ് ഷടിച്ചാൽ, അങ്ങനെയാണെന്നങ്ങനെ ചുമ്മാ അങ്ങിരുന്ന് റീച്ചിന് വേണ്ടി പറഞ്ഞ ചില വ്ളോഗർമാരെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. മൂപ്പൻസ് വ്ളോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. മൂപ്പൻസ് അത് പൗർണമി അത് കേട്ടിരുന്നു. കാരണം കുറച്ചധികം നമുക്ക് പേഴ്സണലി നമ്മൾ അവരെ വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഞാനൊക്കെ കാണുന്ന എനിക്ക് ഷാനിക പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ മൂപ്പൻസ് വ്ളോഗ് ഇട്ടിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെതിരെ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഈ ഫ്രണ്ട് ആപ്പിന്റെ പ്രശ്നങ്ങളിലേക്കാളും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഈ വ്ളോഗേഴ്സ്. അതായത് അതിനകത്ത് നമുക്ക് ഈ മൂപ്പൻസിനെ പേര് ഞാൻ സാധാരണ ഇങ്ങനെ പറയാറില്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇദ്ദേഹം ഈ എലിസബത്ത് ബാല വിഷയങ്ങളിലൊക്കെ കുറെ കാര്യങ്ങൾ പറയുകയും നമ്മളത് ഫോളോ ചെയ്യുകയും അതിനെക്കുറിച്ച് നമ്മൾ ചർച്ചകളൊക്കെ ചെയ്യാൻ റെഫറൻസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ചാനലിലെ. പക്ഷേ നമുക്ക് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ? കാരണം ഇപ്പോൾ പൗർണമി സൂചിപ്പിച്ച പോലെ ആപ്പിന്റെ കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ആപ്പിന്റെ പ്രശ്നങ്ങളോ അല്ല പുള്ളി പറയുന്നത് ഈ പറയുന്ന വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്കെ ഹൈലൈറ്റഡ് ആ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇവർ വാങ്ങുന്നത് എത്ര ലക്ഷം രൂപയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിടത്തോളം ഒരു വീഡിയോയ്ക്ക് 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ വാങ്ങുന്നത്. പിന്നെ അതാണ് പ്രോബ്ലം. അതെ, അതായത് ഈ മൂപ്പൻസ് എന്താണെന്ന്, മൂപ്പൻസിന്റെ ഈ ഒരു മുഖം മാത്രമേ ഈ പറഞ്ഞ പ്രേക്ഷകർക്ക് അറിയത്തുള്ളൂ. അതിനപ്പുറം മൂപ്പൻസ് ആരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് എന്തൊക്കെ ചെയ്തു നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ പറയുന്ന തനിമലയാളി, അതോടൊപ്പം തന്നെ ജാസ്മിൻ ജാഫറിനെ ഞാനൊന്നും പറയുന്നില്ല, കാരണം അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ തനിമലയാളി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് വ്ളോഗറെ വളരെ മോശമായിട്ട് മൂപ്പൻസിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. തനിമലയാളി എനിക്ക് കാശ് തന്നിട്ടോ നമ്മുടെ ചാനലിന് കാശ് തന്നിട്ടോ ഒന്നുമല്ല. പക്ഷെ നമ്മൾ ഒരാളെ വളരെ മ്ലേച്ഛകരമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഈ മൂപ്പൻസിന്റെ വ്ളോഗ് കണ്ടു വേറൊരുത്തൻ, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, വളരെ വൃത്തികെട്ട ഭാഷയിൽ, അതായത് സ്ത്രീകൾക്ക് മറ്റേത് തീർക്കാനാണ് ഈ പറയുന്ന ആപ്പിനെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ പോലും വളരെ പച്ചയ്ക്ക് ഇരുന്ന് പറയുകയാണ്. ഇത് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു ചാനൽ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് മര്യാദയ്ക്ക് നടക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെയും തെറി വിളിക്കുക അല്ലെങ്കിൽ തെറി പറയുക, വളരെ അശ്ലീലപരമായിട്ട് സംസാരിക്കുന്നത് ഒരു നല്ല ഇൻഫ്ലുവൻസറിന് പറ്റിയ ഒരു സ്വഭാവമല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഈ പറയുന്ന വൃത്തികെട്ട ആപ്പുകളും പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം? നിങ്ങൾ എന്താ ചെയ്യുന്നത്? അവരെ വിറ്റ് നിങ്ങൾ കാശാക്കുന്നു, അവരെ തെറി പറഞ്ഞുകൊണ്ടും അവരെ അശ്ലീല കമൻറ്റുകൾ ചെയ്തുകൊണ്ടും നിങ്ങൾ കാശുണ്ടാക്കുന്നു. അപ്പോൾ പിന്നെ അവർ നിങ്ങൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ഇത് കണ്ടുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ വിളിക്കുമെന്നോ നിങ്ങളുടെ റീച്ച് കൂടുമെന്നോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇങ്ങനെയല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി വിടേണ്ടത്. നമ്മൾ ഒരാളെ കുറിച്ച് അന്വേഷിക്കണം, ഒരു ഇൻഫ്ലുവൻസറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം തനിമലയാളിയെ കുറിച്ച്? ആ തനിമലയാളി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവർ ഏതാണ്ട് 7-8 വർഷമായി തുടങ്ങിയ ചാനലാണത്. അവർ ബിഫോർ മാരേജിന് മുമ്പ് തുടങ്ങിയൊരു ചാനലാണ്. അവർ ഭയങ്കര പോഷ് ലൈഫിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോഷ് കാണിക്കുന്നു, അവിടെ എന്തോ ഒരു ഹൈടെക് ജോലി ചെയ്യുന്നു. ഇതൊന്നുമല്ല ആ വ്യക്തിയെ സംബന്ധിച്ച്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ സബ്സ്ക്രൈബർ എന്ന നിലയിലും അവരെ ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കുന്ന നിലയിലും എനിക്കറിയാം. അവരുടെ ഫ്രണ്ട് ഒന്നുമല്ല, അവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്ക് അവരുടെ ചാനലിലെ കോണ്ടന്റ്സ് നന്നായിട്ട് അറിയാം. അപ്പോഴൊക്കെ പല കാര്യങ്ങളും നമ്മൾ അവരിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം അവരൊരു മൾട്ടി ടാസ്കറാണ്. ഷീസ് എ മൾട്ടി ടാസ്കർ. ഒരാളെ വെറുപ്പിക്കാതെ ഏറ്റവും പ്യുവറായിട്ട്, ഏറ്റവും ജെന്യുവിനായിട്ട്, ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഫാമിലി വ്ളോഗ് ചെയ്യുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ് തനിമലയാളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1 ലക്ഷം അവർ തുടങ്ങിയ സമയത്ത് കുറേ കാലങ്ങളായിട്ട് അവർക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കിടന്ന് അവർ പിന്നീട് ഇപ്പോൾ അവരുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം ഏതാണ്ട് 15 lakhs എബോവ് ആണ്. ഉടനെ തന്നെ അവർ 20 lakhs അടിക്കും. കാരണം അവരുടെ ചാനൽ വ്യൂസ് നിങ്ങൾ നോക്കണം, ഏതാണ്ട് 24 lakhs, 30 lakhs, 15 lakhs ഒക്കെയാണ് അവിടെ ഓരോ വീഡിയോസും. അവർക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. നിങ്ങൾ അവരുടെ ചാനലിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, അവർക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അന്ന് എങ്ങനെയാണോ തനിമലയാളി എന്ന് പറയുന്ന വ്യക്തി വീഡിയോ ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് അവർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സംസാരത്തിന്, അവരുടെ രീതികൾക്കൊന്നും മാറാം. അവർ ചെയ്യുന്ന ഫാഷന് മാറ്റം ഉണ്ടാവാം, അവരുടെ ഹെയർ സ്റ്റൈൽ കട്ടിങ്ങിന് മാറ്റം ഉണ്ടാവാം, അവർ ചിലപ്പോൾ സുന്ദരിയായിട്ടുണ്ടാവാം, സുന്ദരി ഡള്ളായിട്ടിരുന്നുണ്ടാവാം. ഇതല്ലാതെ അവരുടെ കോണ്ടന്റ്സിനൊന്നും അവർ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റാണ് അവർ കൂടുതൽ വരുത്തിയിട്ടിരിക്കുന്നത്. അത് മിക്കതും ഒരു 99% സാധനങ്ങളും അതിനകത്ത് അവർ ജെന്യുവിനായിട്ട് പറയുന്ന കാര്യങ്ങളാണെന്ന് അവരെ
കാണുന്ന ഈ പറയുന്ന 15 ലക്ഷം സബ്സ്ക്രൈബേഴ്സും ഓരോ വീഡിയോസിന് 24 ലക്ഷം വ്യൂവേഴ്സും പോകുമ്പോൾ എന്തായാലും കോടിക്കണക്കിന് ആൾക്കാർ ഇന്റർനാഷണൽ ആയിട്ടുള്ള മലയാളികൾ അവരുടെ ചാനൽ കാണുന്നതെന്ന് എന്തായാലും മൂപ്പൻസിന് അറിയാൻ സാധിക്കും. അപ്പൊ അവരെ കുറിച്ചൊക്കെ ഒരു അലിഗേഷൻ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും കൃത്യമായി അന്വേഷിച്ചിട്ട് വേണം അലിഗേഷൻ ഇരുന്ന് വളവള അടിക്കാനായിട്ട്. ഒരു ചാനൽ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തും അങ്ങനെ പറയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പറഞ്ഞു ഇപ്പൊ ശാരിക ആ ഒരു പേജ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നും ഇപ്പം ആ കണ്ടന്റ്സിനെ പറ്റി നല്ല ധാരണയുള്ള വ്യക്തിയാണെന്നും ശാരിക ഇത്രയും സംസാരിച്ചപ്പോൾ എന്തായാലും പ്രേക്ഷകർക്കും ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തിന് അപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന നമുക്ക് പേഴ്സണലി അറിയില്ലെങ്കിൽ കൂടി അവരെ ഫോളോ ചെയ്ത് വരുമ്പോൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു പോകും, അല്ലെങ്കിൽ നമ്മൾ അറിയാതെയാണെങ്കിലും അത് മനസ്സിലാക്കി പോകും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരാൾ കുറ്റം പറഞ്ഞപ്പോൾ അനാവശ്യമാണെന്ന് തോന്നി പ്രതികരിച്ചു, അതത്രയും ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, ഈ ഫ്രണ്ട് ആപ്പ് എന്നതാണല്ലോ യഥാർത്ഥത്തിൽ കണ്ടന്റ് ആയിട്ട് കൊണ്ടുവന്നത്. ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ പലരും ഇതിനെതിരെയും ഇതിനെ അനുകൂലിച്ചും ഒക്കെ ഒരുപാട് പോസ്റ്റുകളും വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ആപ്പ് അല്ലെങ്കിൽ അരികെ ആപ്പ് ഇങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻ ഓൾറെഡി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് ഫ്രണ്ട്സിനെ സൃഷ്ടിക്കാനും അല്ലെങ്കിൽ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇൻട്രസ്റ്റിനനുസരിച്ച് ഒക്കെയുള്ള പുതിയ പുതിയ ആളുകളെ കണ്ടുപിടിക്കാനും മീറ്റ് ചെയ്യാനും ഒക്കെയാണെന്നുള്ള ആ വാചകങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടും ആ ഒരു ഉദ്ദേശത്തോടെയുമാണ് എല്ലാവരും ഈ ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യുന്നത്. അല്ലാതെ ജസ്റ്റ് കയറി ഒന്ന് ചാറ്റ് ചെയ്തിട്ട് പോകാനോ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ പരിചയമില്ലാത്തവരെ ഒന്നും നോക്കാത്തവരാണ് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട, അത് ഉപയോഗിക്കേണ്ടെന്നേ ഉള്ളൂ. അപ്പം കൃത്യമായിട്ടുള്ള ആ ഒരു ധാരണ ഈ ആപ്ലിക്കേഷൻ എന്താണെന്നും അത് എങ്ങനെയാണ് പോകുന്നതെന്നും അറിഞ്ഞു തന്നെയാണ് ആളുകൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതും അത് ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിനകത്തും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന സെയിം ഫീച്ചേഴ്സ് ആണ് ഇതിലും കൊടുക്കുന്നത്. പിന്നെ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഓൾറെഡി ഒരു അഡ്വർടൈസ്മെന്റിന്റെ ആവശ്യമില്ല, കാരണം അതൊക്കെ ആദ്യ കാലങ്ങളിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. ഇപ്പൊ ഫേസ്ബുക്ക് ആണെങ്കിലും ഇപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു കാലത്ത് ഓർക്കുട്ടാണ്, ഇന്ന് അതിന് വംശനാശം സംഭവിച്ച് മാറി നിൽക്കുകയാണ്, അതിനുശേഷം വന്നത് ഫേസ്ബുക്ക് ആണ്. അപ്പൊ ആ ഫേസ്ബുക്കിൽ നിന്ന് പിന്നെ പല വിഭാഗങ്ങൾ അല്ലെങ്കിൽ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഓൾറെഡി നോൺ ആണ്, ഇതെല്ലാം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളുടെ സാധ്യത മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഏത് ടൈപ്പ് ഓഫ് എങ്ങനെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി പുതിയ പുതിയ ഇൻവെൻഷൻസ് വരുന്നു. പുതിയ ടെക്നോളജീസ് ഡെവലപ്ഡ് ആവുന്നതിനനുസരിച്ച് പുതിയ ആപ്ലിക്കേഷൻ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ആളുകൾ ഉപയോഗിച്ചാൽ മാത്രമേ അത് ഉണ്ടാക്കി വിടുന്ന ആൾക്കാർക്ക് കാശ് കിട്ടുള്ളൂ. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനാണ്. ആ പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യാൻ വേണ്ടി അവർ ഒരു അഡ്വർടൈസ്മെന്റ് മെത്തേഡ് അവർ ചൂസ് ചെയ്യുന്നു. അവർ ആ ചൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അഡ്വർടൈസ്മെന്റ് നമ്മൾ ഏത് മീഡിയത്തിലാണോ കൊടുക്കുന്നത് ആ മീഡിയത്തിന് പൈസ കൊടുക്കണം. അത് തന്നെ ഇവരും ചെയ്യുന്നു. അവർ ആ പൈസ വാങ്ങുന്നു, അവർ വേണ്ട ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്ത് കൊടുക്കും. ഇപ്പം എക്സാമ്പിൾ ഒരു ജ്വല്ലറിയുടെ ആഡ് ആണെങ്കിൽ ആഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് ആളുകൾ കാണില്ല. ആളുകൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണോ, ഇപ്പം ടെലിവിഷൻ കാണുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ടെലിവിഷനിൽ കൊടുക്കാൻ ആ ഒരു നിശ്ചിത സ്ലോട്ടിന് നമ്മൾ പൈസ കൊടുക്കണം, വേണ്ടേ? അപ്പം അത് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്ത് പോകുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ ക്രൈംസിന്റെ കാര്യം അല്ലെങ്കിൽ ഈ നഗ്നതാ പ്രദർശനത്തിന്റെ കാര്യമൊക്കെ വാദോരാത പറയുന്നത് കേട്ടു. അത് ഈ ഒരു ഫ്രണ്ട് ആപ്പോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ വഴി മാത്രമാണോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്? ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് നിരോധിക്കണമെന്നും ഇൻസ്റ്റാഗ്രാം നിരോധിക്കണമെന്നും ഒക്കെ പറഞ്ഞൂടെ? അതെ, കാരണം ഇപ്പൊ ഈ ഒളിച്ചോടിയവരും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവരും റേപ്പ് ചെയ്യപ്പെടുന്നവരും തൂങ്ങി മരിക്കുന്നവരും തല്ലിക്കൊല്ലുന്നവരും എല്ലാവരെയും പറയുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കല്യാണം കഴിച്ച സ്ത്രീകൾ വരെയും അവിഹിതങ്ങൾ ഉണ്ടാക്കുന്നതിൽ മെയിൻ നിൽക്കുന്ന അവരൊക്കെ പരിചയപ്പെടുന്ന ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട സുഹൃത്ത്, ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട സുഹൃത്താണ്. പക്ഷെ മൂപ്പൻസ് അതൊന്നും പറയുന്നില്ല. മൂപ്പൻസ് പറയുന്ന അരികെയും അല്ലെങ്കിൽ അരികെ പറഞ്ഞിട്ടില്ല, ഫ്രണ്ട് ആപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനകത്ത് വേറൊരു ഹൈലൈറ്റ് ചെയ്തൊരു പോയിന്റ്, ഈ ഫ്രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് ഞാൻ ആ പോയിന്റിലേക്കാണ് വരുന്നത്, വോയിസ് കേൾപ്പിക്കാം, അപ്പൊ ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ. പക്ഷെ ആണുങ്ങൾക്ക് എന്തോ പൈസ പേയ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ തനിമലയാളിയും ജാസ്മിൻ ജാഫറും ഒക്കെ, പ്രത്യേകിച്ച് തനിമലയാളി അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വോയിസ് റെക്കഗ്നീഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫേക്ക് പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റില്ല പെണ്ണാണെന്ന് പറഞ്ഞ്. ഒറിജിനൽ പെണ്ണാണെങ്കിൽ മാത്രമേ അതിനകത്ത് അക്സെപ്റ്റഡ് ആകത്തുള്ളൂ. ഏജ് കാറ്റഗറി ഉണ്ട്, ഏജ് റെസ്ട്രിക്ഷൻസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പുരുഷന് പിന്നെ മൂപ്പന്റെ സങ്കടം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇതിനകത്തുനിന്ന് ഒരുപാട് ഗിഫ്റ്റ് കിട്ടും, അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പുരുഷൻ ഇതിനകത്ത് ക്യാഷ് കൊടുത്തേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്ത്രീകൾക്ക് ഇത് ഫ്രീ ആണ്. പിന്നെ ആലീസ് ക്രിസ്റ്റിയൊക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അവർ പറയുന്നത് ഒഴിവുവേളകളിൽ അവർക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ്, അതായത് ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർ, എത്രയോ ആൾക്കാരുണ്ട് സ്ത്രീയുടെ സൗണ്ടിൽ വന്ന് സ്ത്രീയുടെ മറ്റേ ന്യൂഡായിട്ടുള്ള പിക്ചറൊക്കെ ഇട്ട് പുരുഷന്മാരെ പറ്റിക്കുന്ന എത്രയോ പുരുഷന്മാരുണ്ട്. കാരണം അപ്പുറത്തിരിക്കുന്നത് ഒരു പുരുഷൻ തന്നെ ആയിരിക്കും. പക്ഷെ ഈ പറയുന്ന കാമഭ്രാന്തന്മാര് ഈ പറയുന്ന ഇങ്ങനെയുള്ളവരെയൊക്കെ പുറകെ പോയി എന്തോരം കാശുകൾ, എന്തിനാ ഡിജിറ്റൽ തട്ടിപ്പോൾ ഇവിടെ നടന്നത് എന്തിന്റെ പേരിലാണ്? എത്രയോ പ്രശസ്തരായ അഡ്വക്കേറ്റ്സ്, പ്രശസ്തരായ ഗായകന്മാര്, പ്രശസ്തരായ ഡോക്ടേഴ്സ് ഒക്കെ, പ്രശസ്തരായ ജസ്റ്റിസ് വരെ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പെണ്ണാണെന്ന് പറഞ്ഞ ഫേക്ക് ഐഡി വെച്ചിട്ടുകൊണ്ട് ഉണ്ടാക്കിയ പരിപാടികളാണ്. അതൊന്നും മൂപ്പൻസിന്റെ അടുത്ത് പറയാനില്ല. മൂപ്പൻസിന് ഇപ്പൊ പറയാനുള്ളത് ഫ്രണ്ട് ആപ്പിനെ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ്, അതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒന്നും ഫ്രണ്ട് ആപ്പിന്റെ കുഴപ്പങ്ങളും അല്ല പറയുന്നത്.
ഈ പറയുന്നത് പെണ്ണുങ്ങൾക്ക് കാശ് കൊടുക്കണ്ട, ആണുങ്ങൾക്ക് കാശ് കൊടുക്കണം. ആണുങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ മൂപ്പൻസിനെ സപ്പോർട്ട് ചെയ്യും. അതോടൊപ്പം ഇത് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടി ഇൻഫ്ലുവൻസേഴ്സ് വാങ്ങുന്ന കാശിന്റെ കണക്ക് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ മൂപ്പൻ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്? കാശുണ്ടാക്കാൻ വേണ്ടി തന്നെയല്ലേ ഈ കണ്ടന്റ് എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് പറയുന്നത്, അല്ലാതെ മോക്ഷത്തിന് വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ, ജനങ്ങളെ നവീകരിക്കാനാണെന്നല്ലോ പറയുന്നത്. അങ്ങനെയാണ് ഭാവിക്കുന്നത്. ജനങ്ങൾക്ക് നവോത്ഥാനം ഉണ്ടാക്കാനും ജനങ്ങളെ നവീകരിക്കാനുമാണെന്നാണ് മൂപ്പൻസ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനകത്തൊന്നും ഈ രണ്ട് കണ്ടന്റിലും അതൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ജനങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും അദ്ദേഹം പറയുന്നതായിട്ടും കണ്ടിട്ടില്ല. ഫ്രണ്ട് ആപ്പിനെ നിരോധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അങ്ങനെ നിരോധിക്കണമെന്ന് പറയാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും ഒക്കെ നിരോധിക്കാൻ മൂപ്പൻസ് പറയണം. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ മൂപ്പൻസിന് പണി കിട്ടും, അദ്ദേഹത്തിന്റെ കഞ്ഞിയിൽ പാറ്റ വീഴും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യാം. ഇപ്പൊ പറയുന്ന ഇപ്പൊ എലിസബത്തിന്റെ കേസ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കേസ് പുറത്തു കൊണ്ടുവരണം, അവർക്കൊരു നീതി കിട്ടണം എന്നുള്ള ആഗ്രഹിക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. സമൂഹത്തെ നവീകരിക്കുന്നതും അവരെ ഈ പറയുന്ന മയക്കുമരുന്ന് അഡിക്ഷൻ, റേപ്പ്, അതുപോലെ ഈ വീട്ടിലെ പീഡനങ്ങൾ, ഇതിൽ നിന്നൊക്കെ രക്ഷിക്കണമെന്ന് നമ്മൾ നല്ല സോഷ്യൽ മീഡിയക്കാരും നല്ല മാധ്യമങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ജെന്യൂനായിട്ട് തന്നെ ആഗ്രഹിക്കുന്നു. നമ്മളും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും മൂപ്പൻസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ മറക്കുന്നതല്ല. പക്ഷേ എന്തും നമ്മുടെ ചാനലിൽ ഇരുന്നു കൊണ്ട് കണ്ണടച്ച് അവരെ അങ്ങ് ക്രിട്ടിസൈസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ തെറ്റുകൾ വരുന്നത്. ഈ ആപ്ലിക്കേഷനെ കുറ്റം പറഞ്ഞതിലും അല്ല കാര്യം, ഈ ഇൻഫ്ലുവൻസേഴ്സിനെ അല്ലെങ്കിൽ അവരെ കുറിച്ച് മനസ്സിലാക്കാതെ സംസാരിച്ചു എന്നതിനെ മാത്രം ഡിഫമേഷൻ ആണ് പൗർണമി. കാരണം അവരെ അവഹേളിക്കുന്നതിന് അപകീർത്തിപ്പെടുന്നതിന് തുല്യം തന്നെ. അതിനകത്ത് വലിയ ഗമയില് മൂപ്പൻസ് പറയുന്നുണ്ട്, ഇതിനെതിരെ പലരും എനിക്കെതിരെ വന്നേക്കാം, ചിലപ്പോൾ എൻ്റെ ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്ത് പോയേക്കാം എന്ന് പറയുമ്പോൾ അയാൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധീരനാണെന്ന് കാണിക്കുകയാണോ അല്ലെങ്കിൽ താൻ കാണിക്കുന്നതിനെ അങ്ങ് പവിത്രീകരിക്കുകയാണോ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി എന്ത് തന്നെയായാലും നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സത്യത്തിന്റെ മുഖമാണെന്നാണല്ലോ ചാനൽ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. അത് നമ്മൾ തിരുത്തി ആ വാർത്ത പിന്നീട് നമ്മൾ റീപോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ, ഒരു ഇൻഫ്ലുവൻസറോ ആയിക്കോട്ടെ, ഒരു സിനിമ നടനോ നടിയോ ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ ഘോരം അവരെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ അവർക്കൊരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ അതിനു മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടിട്ടുള്ളവരായിരിക്കണം. ഇതൊന്നുമില്ലാതെ വളരെ ജെന്യൂനായിട്ട് ചെയ്യുന്ന ചാനലുകാരെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് വളരെ മോശം പ്രവൃത്തിയല്ലേ സഹോദര?